അടുത്ത മാസം യു എയിൽ വെച്ച് നടക്കുന്ന ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ടിട്ട് പല ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമും ഇന്ത്യയുടെ പ്രധാന ടീമും വേറെയാണ് എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെ മുമ്പ് ടീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ നടത്തിയതൊക്കെ ആയിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന T20 ടീമിൽ ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഓഗസ്റ്റ് 19 ഇന്ത്യ ടീമിനെ പ്രഖ്യാപിക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഈ ടീം പ്രഖ്യാപനം നടക്കുന്നത് മുംബൈയിൽ വെച്ചിട്ടാണ്. നിലവിൽ BCCIയുടെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ പരിശീലനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന സൂര്യകുമാർ യാദവ് ഇതിനു വേണ്ടിയിട്ട് ഈ സെലക്ഷൻ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മുംബൈയിലേക്ക് യാത്ര ചെയ്യുന്നുള്ളതാണ്. അതിനർത്ഥം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയാണ് എന്നല്ലേ? അതെ, അതിപ്പം ടീമിൽ സൂര്യകുമാർ ഉണ്ടെങ്കിൽ സൂര്യകുമാർ ആയിരിക്കും T20 നായകൻ നമുക്ക് ഉറപ്പാണ്. പക്ഷെ അദ്ദേഹത്തിന് പരിക്ക് കാരണം അദ്ദേഹം കളിച്ചേക്കില്ലെന്നും പകരം ഗില്ല് ക്യാപ്റ്റനായി വരുന്നൊക്കെ ആയിരുന്നു അഭ്യൂഹങ്ങൾ. പക്ഷേ ഇപ്പം ബംഗളൂരിൽ നിന്ന് അദ്ദേഹം മുംബൈയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല, സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ ക്യാപ്റ്റൻ പങ്കെടുക്കും. അപ്പം ആ ടീമിൽ തന്നെ ആയിരിക്കും വരുന്നത്. പ്രയോറിറ്റി അങ്ങനെ തന്നെ പോകും. ഗില്ലൊരു വൈസ് ക്യാപ്റ്റനായി ചിലപ്പം വരുമെന്ന് നമുക്ക് സംശയമുള്ളൂ. ഗില്ല് ടീമിലുണ്ടെങ്കിൽ വൈസ് ക്യാപ്റ്റനാവാം, അല്ലെങ്കിൽ അക്ഷർ പട്ടേൽ തന്നെ വൈസ് ക്യാപ്റ്റനായി പോകും. വലിയൊരു മാറ്റത്തിന് മുതിരുന്നില്ലെങ്കിൽ വൈസ് ക്യാപ്റ്റന് അക്ഷർ പട്ടേൽ തന്നെ ആവാനായിരിക്കും സാധ്യത വരുന്നത്. ഗില്ല് ഇപ്പോൾ വന്ന പോലെ നമ്മൾ പറഞ്ഞാൽ വലിയ മാറ്റമില്ലാണ്ട് ഈ ടീമിനെ കൊണ്ട് കളിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് സഞ്ജുവിൻ്റെ സ്ഥാനം നമുക്ക് ഉറപ്പിക്കാം. സഞ്ജുവിൻ്റെ കാര്യത്തിലേക്ക് റിപ്പോർട്ടുകൾ പലതും മാറി വരുന്നുണ്ട്. സഞ്ജുവിന് ഓപ്പണർ സ്ഥാനം നഷ്ടപ്പെടും, ഗില്ല് ഓപ്പണിംഗ് കളിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ സെക്ടർമാരുടെ ഈ നേരത്തെ പറഞ്ഞ് നമ്മുടെ B ടീം എന്നൊരു ഇതായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട്. കാരണം അഭിഷേകും സഞ്ജുവും പോലെ തിലക് വർമ്മ പോലെ താരങ്ങൾക്കൊക്കെ ഈ പ്രൊമോഷനൊക്കെ കൊടുത്ത് കളിപ്പിക്കുന്നത് B ടീമിനാണ്. ജയ്സ്വാളും ഗില്ലും തിരിച്ചു വരുമ്പം ആ താരങ്ങൾ, അതായത് മറ്റ് രണ്ട് ഫോർമാറ്റിൽ കളിക്കുന്ന താരങ്ങൾ നാഷണൽ ഡ്യൂട്ടിക്ക് വേണ്ടി തിരിച്ചു വരുമ്പോൾ ഇവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടേക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആശങ്കയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം പറയുന്നത് ജയ്സ്വാൾ എന്തായാലും ടീമിലുണ്ടാവില്ല, നിരക്ക് ഉറപ്പായിട്ടുണ്ട്. അഭിഷേക് ശർമ്മ തന്നെയായിരിക്കും ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സഞ്ജുവും ഓപ്പണിംഗ് തന്നെ കളിച്ചേക്കുന്ന ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അല്ല, വൺ ഡൗൺ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതിപ്പോൾ നമുക്കത് ടീം സെലക്ഷന് ശേഷം വ്യക്തമാണെന്നില്ല. പരമ്പര തുടങ്ങുമ്പോൾ മാത്രമേ സഞ്ജുവിൻ്റെ ഏത് റോളിലായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ എന്തായാലും സഞ്ജു കളിക്കുന്ന തരത്തിൽ ഉറപ്പായിട്ടുണ്ട്. അത് സന്തോഷമാണ്. സൂര്യകുമാർ യാദവ് നയിക്കുകയും ചെയ്യും. ഇപ്പോൾ യശസ്വി ജയ്സ്വാളും ഗില്ലും കളിക്കുന്നില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും സ്ക്വാഡിൽ ഇല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും സഞ്ജു അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ രണ്ടുപേരും തന്നെ ഓപ്പണർമാരാവും എന്ന കാര്യം ഉറപ്പല്ലേ? കാരണം ഗില്ല് കളിക്കുന്നില്ലെങ്കിൽ സഞ്ജു തന്നെയായിരിക്കും ഓപ്പണായിട്ട് വരുന്നത്. ഇപ്പം ജയ്സ്വാൾ ഏകദേശം ഇല്ലാതെ 100% നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി പറ്റും. കാരണം പുറത്തു വരുന്ന റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ സെലക്ടർമാരുടെ കണ്ണിലും ഡിബേറ്റുകളൊന്നും ചർച്ചകളൊന്നും ഇയാളുടെ പേര് വരുന്നില്ല, ജയ്സ്വാളിൻ്റെ പേര് വരുന്നില്ല. ജയ്സ്വാൾ കളിക്കാൻ അർഹനാണ്, പക്ഷേ ആ പേര് വരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഗില്ലിൻ്റെ പേര് ചർച്ചകൾ വരുന്നുണ്ട്. ഗില്ല് കളിക്കുന്നുണ്ടെങ്കിൽ ഗില്ല് ഓപ്പണിംഗിലാണോ അല്ലെങ്കിൽ വൺ ഡൗൺ ആയിരിക്കുമോ? ഈ ഓപ്പണറാണ് അദ്ദേഹം T20 കളിച്ചത്. 21 മത്സരങ്ങളും ദേശീയ ടീമിന് കളിച്ചത് ഓപ്പണറായിട്ടാണ്. അപ്പോൾ അദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിൽ ഓപ്പണറായിരിക്കുന്ന റിപ്പോർട്ടുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും സഞ്ജു തന്നെ ആയിരിക്കും ഓപ്പണറായിട്ട് വരിക എന്ന് പറയുന്നത്. സഞ്ജു ഇപ്പം കഴിഞ്ഞ 2 പരമ്പരകളിലാണ് ഓപ്പണറായിട്ട് പ്രൊമോഷൻ കിട്ടിയത്. അതിൽ മികച്ച പ്രകടനം കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ പര്യാട്ടത്തിൽ ഒത്ത തിളങ്ങാൻ പറ്റിയില്ലെങ്കിലും സൗത്ത് ആഫ്രിക്കക്കെതിരെയോ ശ്രീലങ്കയ്ക്കെതിരെയോ അദ്ദേഹത്തിന് തിളങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ സഞ്ജു കളിച്ചേക്കും. വൺ ഡൗൺ ആണെങ്കിലും സഞ്ജുവിന് അത്ര മോശം നമ്പറല്ല. സഞ്ജു ഇപ്പം IPL ആയാലും മറ്റേതിലായാലും ഓപ്പണറിനേക്കാൾ കൂടുതൽ കളിച്ചിട്ടുള്ള നമ്പർ വൺ ഡൗൺ ആണ്, 3-ാം നമ്പറിലാണ്. അങ്ങനെയാണെങ്കിൽ സഞ്ജുവിന് ഓക്കെ ആയിരിക്കും. പക്ഷേ 1-ാം നമ്പറോ 3-ാം നമ്പറോ അതിൽ യാതൊരു സംശയം വരുന്നില്ല. 1, 2, ഈ 3 ടോപ്പ് ഓർഡറിൽ എവിടെ ആയാലും സഞ്ജുവിന് തിളങ്ങാൻ വേണ്ടി പറ്റുന്ന സംശയമില്ല. സഞ്ജു കളിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒരു ശുഭവാർത്ത. സഞ്ജു ഗില്ല് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംശയമുണ്ട്. പക്ഷേ ഗില്ല് കളിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ടീം സ്ക്വാഡിൽ ഉണ്ടാവുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പുതിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവർ പറയുന്നത് ഗില്ലിന് സാധ്യത ഇല്ല എന്നുള്ളതാണ്. അതായത് BCCIയിലെ ഒരു സോഴ്സിനെ ഉദ്ധരിച്ചിട്ടാണ് അവർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടുള്ളത്. അതിലവർ പറയുന്നത് ഗില്ല് കളിക്കാനുള്ള സാധ്യത നിലവിലില്ല. എനിക്ക് തോന്നുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ജയ്സ്വാൾ എന്ന് പറയുന്ന താരം ഒരിക്കലും ഒരു T20 മോശം പ്രകടനം നടത്തുന്ന ഒരു താരമല്ല. നല്ല ഫോമിലുള്ള താരമാണ്. മാത്രമല്ല ഇന്റർനാഷണൽ കരിയർ നോക്കുകയാണെങ്കിലും ഒരു പക്ഷേ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ ഉള്ള താരം തന്നെയാണ്. അതെ. പക്ഷേ എന്നിട്ട് പോലും ജയ്സ്വാളിനെ മാറ്റി നിർത്തുന്നത്, മാത്രമല്ല ജയ്സ്വാളിനോട് പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം ഇന്ത്യനെ സംബന്ധിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇതുവരെ നേടാൻ ആയിട്ടില്ല. അപ്പം ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടുക എന്നൊരു ലക്ഷ്യം കൂടി അതിന് പേരിലുണ്ടാവില്ല. പ്രത്യേകിച്ച് ഗില്ലിനെ പോലും അങ്ങനെ T20 നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ. അല്ല, അത് നമ്മൾ പറഞ്ഞ തന്നെ പണ്ട് നമുക്ക് 3 ഫോർമാറ്റിൽ 3 ക്യാപ്റ്റന്മാർ വരുന്നുണ്ട്. ഇപ്പം
ഈ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ കുട്ടി ക്രിക്കറ്റിൽ വേറൊരു ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യൻ ടീം നോക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ തന്നെ സഞ്ജുവും തിലക് വർമ്മയും പിന്നെ അഭിഷേകൊക്കെ കളിക്കുന്ന ഒരു ടീം, അത് നേരത്തെ സെലക്ടർമാർ ബി ടീം എന്ന് പറഞ്ഞത്. പക്ഷേ ഏഷ്യ കപ്പിൽ ഉൾപ്പെടെ ടീം ഈ ടീം കളിക്കുന്ന ബി ടീമല്ല, അത് T20യുടെ മെയിൻ ടീമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. നേരെ മറിച്ച് ടെസ്റ്റിലേക്ക് ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ ടെസ്റ്റിനും ഏകദിനത്തിനും വേണ്ടി നല്ലൊരു ടീം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അതിൽ ടെസ്റ്റിൽ ഇപ്പം പറഞ്ഞ ജയ്സ്വാൾ, ഏകദിനത്തിൽ ജയ്സ്വാൾ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. ഈ നമ്മൾ പറഞ്ഞ തന്നെ IPL കണ്ടാലും മറ്റേ അല്ലെങ്കിൽ ടെസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ജയ്സ്വാൾ ഒരു T20 ബാറ്ററായിട്ടാണ് നമുക്ക് അധികം പിന്നെ വിലയിരുത്താൻ വേണ്ടി പറ്റുക. അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് 3 ഫോർമാറ്റിലും തിളങ്ങാൻ വേണ്ടി പറ്റുന്നില്ലേ, അത് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് ഇപ്പം വീണ്ടും ടെസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോൾ ടെസ്റ്റ് കളിക്കുന്ന ഒരു ടീം ഏകദിന ടീം വലിയ മാറ്റമില്ലാത്തൊരു ടീമാണ് ഏകദിനം വരുന്നത്. മാറ്റമുണ്ട്, പക്ഷേ വരുന്നില്ല. പക്ഷേ T20ക്ക് നമ്മൾ കംപ്ലീറ്റ് വേറെ ടീം, ഒരു യുവ ടീം, അതായത് ഏകദിനത്തിലും ടെസ്റ്റിലും കളിക്കാത്ത ഒരു ടീമിനെ കൊണ്ട് തന്നെ കളിപ്പിക്കുന്നു. പിന്നെ ഒരു എനിക്കൊന്നും ഭൂരിഭാഗം താരങ്ങളും അങ്ങനെ വരുന്നു. ബോളർമാരുടെ കാര്യത്തിൽ മാത്രമേ കൂടുതൽ എല്ലാ ഫോർമാറ്റിലൊക്കെ മിക്സായി പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ക്വാഡ് തന്നെ വരുവാണ്. അത് ഈ പറഞ്ഞ ഏഷ്യ കപ്പ് കഴിഞ്ഞിട്ട് T20 വേൾഡ് കപ്പിലേക്കായാലും അതിനും വേണ്ടി സെറ്റ് ചെയ്യുന്നതാണോ പറയാൻ വേണ്ടി പറ്റില്ല. ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു ടീം ഇപ്പുറം വരുന്നു, ഇവിടെ T20 ലോകകപ്പിന് വേണ്ടി ഒരു ടീം വരുന്നു. അതൊരു നല്ല ഇതുമാണ്. താരങ്ങൾക്ക് അധികം പിന്നെ വിശ്രമം ലഭിക്കും, ആവശ്യം ലഭിക്കും, അനുസരിച്ച് കളിക്കാൻ വേണ്ടി പറ്റും, ഒക്കെ ശരിയാണ്. പക്ഷേ ഏറ്റവും മികച്ച ഒരു 11 പിക്ക് ചെയ്യുമ്പം എന്തുകൊണ്ട് ഈ താരങ്ങൾ പുറത്തേക്കുന്ന ചോദ്യം അവിടെ ബാക്കി വരും, ഒരു ടീം ഫ്ലോപ്പായി കഴിഞ്ഞാൽ. തീർച്ചയായും ടീം ഫ്ലോപ്പായി കഴിയുന്ന സമയത്താണ് ഈ ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. ഇപ്പോൾ ജയ്സ്വാൾ ആണെങ്കിലും അല്ലെങ്കിൽ ഗില്ലാണെങ്കിലും ഇവർ കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ അവസാനമായിട്ട് T20 അന്താരാഷ്ട്ര T20 കളിച്ചിട്ടുള്ളത് 2024 ജൂലൈ മാസത്തിലാണെന്ന് പറയുന്നത്, ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഇതിനകത്ത്. അതിനുശേഷം ഇവർ T20 കളിച്ചിട്ടില്ല. ഇന്ത്യ ഒരു പുതിയ ടീമിനെയാണ് രംഗത്തിറക്കിയത്. ഈ ടീം അപ്പോൾ ബാറ്റിങ്ങിൽ ഫ്ലോപ്പായ താരങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം നാട്ടിലായി ഇന്ത്യയിൽ നടന്ന പരമ്പരയിൽ സഞ്ജു കാര്യമായിട്ട് തിളങ്ങിയിട്ടില്ല. 26 സഞ്ജുവിൻ്റെ ടോപ്പ് സ്കോറർ. പക്ഷേ മൊത്തത്തിലൊരു ടീം എന്ന രീതിയിൽ അവർ പെർഫോമൻസ് നടത്തുന്നുണ്ട്, പരമ്പരകൾ സ്വന്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു ഫ്ലോപ്പായാൽ പോലും 4-1 ഇന്ത്യ പരമ്പര വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിന്നിങ് ഒരു മൊമെൻറ്റം കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ എത്തിയിട്ടുള്ള ഒരു ടീമിനെ പിന്നെ മാറ്റണ്ട എന്നതുകൂടി ഇതിനൊരു കാരണമായിരിക്കില്ലേ? തീർച്ചയായും അതിനാണ് വരുന്നത്. ഇപ്പം നമുക്ക് ഇംഗ്ലണ്ടിലെ സഞ്ജുവിൻ്റെ ഇപ്പോൾ സൈഫ് പറഞ്ഞിട്ടുണ്ട് ടോപ്പ് സ്കോർ എന്ന്. സഞ്ജു അതിനു മുമ്പ് ദക്ഷിണാഫ്രിക്കയിൽ തിളങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഈ ടീമിന് ബാക്കപ്പ് ലഭിച്ചിട്ടാണ്. അതായത് പരമ്പര കറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു സൂര്യകുമാർ യാദവായിട്ടാണ് പറഞ്ഞത് സഞ്ജുവിനോട് അടുത്ത 7 മത്സരങ്ങളായിട്ട് നീ കളിക്കുന്ന ഒരു വാക്ക് ശ്രീലങ്കയ്ക്കെതിരെയോ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു അതുപോലെ തന്നെയാണ് ഗംഭീർ പറഞ്ഞിരുന്നത്, 21 മത്സരങ്ങളിൽ ഡെക്കായാലും നിന്റെ മാറ്റമുള്ളൂ. സഞ്ജുവിനോട് കൊടുത്തൊരു വാക്കാണ്. അതുപോലെ തന്നെ അഭിഷേക്, ഞാൻ സഞ്ജു ഇത് നമുക്ക് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, താരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അഭിഷേകിനെ തിലകിന് പ്രൊമോഷൻ ലഭിച്ചു. ഈ സൂര്യകുമാർ യാദവ് തൻ്റെ സ്ഥാനമാണ് പിന്നെ തിലകിന് കൊടുത്തത് ബാറ്റിൽ. അദ്ദേഹം ചോദിച്ചു കൊടുത്തു, അദ്ദേഹം തിളങ്ങി. അങ്ങനെ വരുമ്പോൾ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടും അല്ലെങ്കിൽ വാക്ക് കൊടുത്തിട്ട് യുവതാരങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടും കൊടുത്തിട്ടാണ് ഈ ടീമിനെ സെറ്റ് ചെയ്തത്. ആ ടീമിൻ്റെ കെട്ടുറപ്പിന് അത് പോസിറ്റീവായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ സഞ്ജു ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ തന്നെ മറ്റു താരങ്ങൾക്ക് അത് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒരു ടീം എന്ന നിലയിൽ അവർ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പം ഇംഗ്ലണ്ടിനെതിരെ 4-1 നമ്മൾ ജയിച്ചത്. സഞ്ജുവിൻ്റെ ഒരു പരാജയം മാത്രമാണ്. നമ്മൾ പരാജയം എന്ന് പറയുമ്പോഴും സഞ്ജു നമ്മൾ പ്രതീക്ഷ തിളങ്ങാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ ടീം എന്ന വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ടീം എന്ന നിലയിലും ടീം തിളങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരാളെ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അതിലൊരു ടീം മാറ്റി, ഇപ്പം പറഞ്ഞാൽ തന്നെ ജയ്സ്വാൾ വന്നാൽ തന്നെ സഞ്ജുവോ അല്ലെങ്കിൽ അഭിഷേകോ മാറിയിരിക്കണം. അഭിഷേക് ഇപ്പോൾ 1 നമ്പർ ബാറ്ററാണ്, അത് ടീമിനെ മൊത്തത്തിൽ ബാധിക്കും. ഇതൊരു പുതിയ സ്ക്വാഡ്, സൂര്യകുമാർ യാദവിനെ ബാധിച്ചേക്കാം. ഗില്ല് പോലുള്ള താരം വരുമ്പം ബാധിച്ചേക്കാം. ഒരു IPL ആണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുന്നവരാണ്, എല്ലാ താരങ്ങളാണ്. ഇതിൻ്റെ ഈഗോ പ്രശ്നം എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു നായകനായാലും പിന്നെ പരിശീലകനായാലും ആ ഒരു ടീം മാറുമ്പോൾ ഒരു പുതിയ തന്ത്രങ്ങൾ മാറ്റേണ്ടി വരും. നമ്പർ മാറുമ്പോൾ ആ താരത്തിനനുസരിച്ച് മറ്റു ഓർഡറുകളെല്ലാം മാറ്റി പറ്റുന്നുണ്ട്, അഴിച്ചു പണിയിട്ടുണ്ട് ടീമിൻ്റെ സ്ട്രക്ചർ. പക്ഷേ ഇതിലത് വരുന്നില്ല. ഒരു താരം ഒന്ന് വീണാൽ അടുത്ത ദിവസത്തെ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സഞ്ജു ഇപ്പം ഇംഗ്ലണ്ടിനെതിരെ പരാജയപ്പെട്ടു പറയാം, പക്ഷേ അയാൾ IPL അത്ര പരാജയമായിരുന്നില്ല. പരിക്ക് കാരണം കുറേ മത്സരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കളിച്ചതിലൊക്കെ അദ്ദേഹത്തിന് പിന്നെ മോശമല്ലാത്ത രീതിയിൽ കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് തന്നെ പറയാൻ വേണ്ടി പറ്റും. സഞ്ജുവിൽ നമ്മൾ എന്താണോ പ്രതീക്ഷ അത് കിട്ടി വെച്ചാൽ ചിലപ്പം ഇല്ലാതെ പറയേണ്ടി വരും. പരിക്കിൻ്റെ പല കാരണമുണ്ടായി. പക്ഷേ സഞ്ജു ഫ്ലോപ്പ് ആയിരുന്നില്ല, അത് ഉറപ്പാണ്. അപ്പോൾ സഞ്ജുവിന് തിളങ്ങാൻ വേണ്ടി പറ്റും. ബാക്കി താരങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ അഭിഷേകായാലും എല്ലാ താരങ്ങളും തിളങ്ങുന്നുണ്ട്, വരുന്നുണ്ട്. ആ ടീമിനെ സ്ട്രക്ചറോടെ പോകാൻ വേണ്ടി പറ്റിയാൽ അത് തന്നെയൊക്കെ നേട്ടം. ഇപ്പോൾ ഈ പറഞ്ഞാൽ ഏഷ്യ കപ്പിൽ ഈ ടീമിന് പിന്നെ 1-2 താരങ്ങൾ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഫുൾ പിടിച്ച് മാറ്റി വിട്ടാൽ അത് അടുത്ത ലോകകപ്പിലേക്ക് ബാധിക്കും. നേരെ മറിച്ച് നമുക്കിത് തിളങ്ങാൻ വേണ്ടി പറ്റിയാൽ ലോകകപ്പിനേക്ക് ഒരു B ടീമോ A ടീമോ എന്നുള്ള ചോദ്യം വരുന്നില്ല. ഈ ടീം തന്നെയും കളിക്കുന്നത്, അത് അങ്ങനെ തന്നെ പോകുന്നു. എനിക്ക് 2 സംശയങ്ങളാണുള്ളത്. നമ്മളിങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പോൾ സഞ്ജുവിനാണെങ്കിലും ഇവരെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും എന്തുകൊണ്ട് ടീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അവർ ഇത് B ടീമാണ് എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തി എന്നുള്ളത് ഒരു സംശയം. ശരിക്കും പറഞ്ഞാൽ പറയാൻ പാടില്ല. അല്ല അതുകൊണ്ട് കൂടിയാണ് നമ്മളിപ്പോൾ വലിയ രീതിയിൽ
അത് ദക്ഷിണാഫ്രിക്കയിലെ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഇത് പറഞ്ഞു, പിന്നീട് ഇംഗ്ലണ്ടിലെ ടീമിനെ പ്രഖ്യാപിച്ചു ഇത് പറയുവാണ്. എനിക്കൊന്ന് ഇംഗ്ലണ്ടിലെ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞത് ബി ടീമിൽ കളിക്കുന്നത് ഏഷ്യ കപ്പ് ചാമ്പ്യൻസ് ട്രോഫി വരുന്നുണ്ട്, എതിരാളികൾക്ക് മേലെ ഒരു മുൻതൂക്കം കിട്ടാൻ വേണ്ടിയിട്ട് തന്ത്രം. അല്ല അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പറഞ്ഞാൽ തന്നെ ടീം മീറ്റിംഗിൽ പറയുന്നുണ്ടാവും നിങ്ങൾ തന്നെയാണ് ടീം എന്ന് പറയുന്നുണ്ടാവും, നമുക്കറിയില്ല അത്. പക്ഷെ അങ്ങനെ പബ്ലിക്കായി പറഞ്ഞത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ സെലക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്ക് വിശ്രമം ലഭിക്കേണ്ടതുണ്ട്. ജയ്സ്വാളും ഗില്ലൊക്കെ അതിനുവേണ്ടി തയ്യാറെടുക്കുവാണ്. അവർ കളിക്കുന്നില്ല. ദക്ഷിണാഫ്രിക്കക്കെതിരെ കളിച്ച് ബി ടീം തന്നെ, അതായത് പിന്നെ രണ്ടാമത്തെ നില ടീമാണ് ഇവിടെ കളിക്കുക എന്നുള്ളത് നമുക്കറിയാം. 2-3 ടീമിനെ കളിപ്പിക്കാനുള്ള ബെഞ്ച് സ്ക്വാഡ് ഇപ്പോൾ ഇന്ത്യക്ക് ഉണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ ഇഷാൻ കിഷനെ പോലെ താരങ്ങളൊക്കെ തിരിച്ചു വരുന്നത് നമുക്കറിയാം. പല താരങ്ങൾ പുറത്തേക്കുണ്ട്. ജൂറൽ, ജിതേഷ്, വിക്കറ്റ് കീപ്പർമാർ ഇഷ്ടംപോലെ ഉണ്ട്. സഞ്ജുവിന് പുറമായിട്ട് ഇഷാൻ ഞാൻ കുറച്ചുകൂടെ അതെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 1-2 സ്ക്വാഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ടീം ഒരുപാടുണ്ട്. പക്ഷേ ഇത് പറഞ്ഞിട്ട് ഒരു പരമ്പരക്ക് ഇറങ്ങുമ്പം പ്രധാന കളിക്കാർക്ക് വിശ്രമം കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് പറയുന്നത് ഓക്കെയാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പം അത് കൊടുക്കുകയാണ്. പക്ഷേ ഇതല്ല നമ്മുടെ ടീം പുറത്തുണ്ട് അത്ര. ഇത് നമ്മൾ ഇതിനു വേണ്ടി തട്ടിക്കൂട്ടി കൊടുക്കുന്ന ടീമെന്ന രീതിയിൽ ഒരു ബി ടീം എന്നിട്ട് പ്രചരണം നടത്തുമ്പം അത് ഇങ്ങനൊരു പരമ്പരക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കാനും കാരണമാണ്. ചിലപ്പോൾ ചർച്ചകൾ ഉണ്ടാവട്ടെ വെച്ച് പറയുന്നതായിരിക്കാം. പക്ഷെ അത് എനിക്ക് തോന്നുന്ന താരങ്ങളെ അത് ബാധിക്കില്ലതാണ്. കാരണം നമ്മൾ ബി ടീമിൽ കളിക്കുന്നത് മെയിൻ ടീമിലേക്ക് കഴിഞ്ഞ് എത്താനുണ്ട് പറയും. അപ്പോൾ അതൊരു സമ്മർദ്ദം വരുവാണ്. ഇപ്പോൾ സഞ്ജുവിൻ്റെ കേസ് പറഞ്ഞാൽ സഞ്ജുവിന് 10-20 മത്സരങ്ങൾ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, സഞ്ജു ഓക്കെയാണെന്ന് പറയും. പക്ഷേ മറ്റു താരങ്ങൾ വരുമ്പോൾ അയ്യോ ഇയാൾ വരുമ്പോൾ ഞാൻ പോയില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അഭിഷേകിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് 1-ാം നമ്പർ പാർട്ടിലാണ് അദ്ദേഹം കളിക്കുന്നതാണ്. പക്ഷേ അപ്പോഴും ഒരു സംശയമുണ്ട്, ജയ്സ്വാളും ഗില്ലും വന്നാൽ എന്ത് ചെയ്യും? ഇവരൊന്ന് കളിക്കേണ്ടി പുറത്തിരിക്കേണ്ടി വരില്ലേ? ജയ്സ്വാളും ഗില്ലിന്റെ കാര്യത്തിൽ ഇനി അവർ വരില്ല എന്നുള്ള നിലവിൽ പറയുന്നത്. പക്ഷേ 2 ദിവസം മുന്നേ പറഞ്ഞിരുന്നില്ലല്ലോ. 2 ദിവസം മുന്നേ ഇത് പറയുമ്പം അത് നമ്മൾ എന്തെങ്കിലും അസ്യൂം ചെയ്യാണ്. ആര് വന്നാലും പോയാലും അഭിഷേക് ഓപ്പൺ ചെയ്യും. കാരണം അദ്ദേഹം പിന്നെ ലോക ടി-20 1-ാം നമ്പർ പാർട്ടാണല്ലോ എന്ന്. പക്ഷെ എന്നൊരു ഇതുണ്ട്, ഈ വന്നു കഴിഞ്ഞാൽ മാറേണ്ടി വരുമോ? ജയ്സ്വാളും ഗില്ലും വന്നാൽ അവരാളെ ഓപ്പൺ ചെയ്യേണ്ടത്. ജയ്സ്വാൾ ഓപ്പണറല്ലാണ്ട് പിന്നെ നമ്പർ കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സംശയം വരും. ആ ടീമിൽ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പം 3 ഫോർമാറ്റിൽ തിളങ്ങുന്ന ഒരു താരത്തെ, താരം തന്നെയാണ്. പക്ഷേ ഏത് തരത്തിലും ടെസ്റ്റിലും തിളങ്ങുന്ന ദേശീയ ടീമിൽ ഓപ്പൺ ചെയ്യുന്ന താരത്തെ T20 എടുത്തിട്ട് ബെഞ്ചിൽ എത്തുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം കളിക്കാൻ വേണ്ടി വന്നാൽ ആര് പുറത്തിരിക്കും? നമ്മൾ സഞ്ജുവിനെ പെട്ടെന്ന് പറഞ്ഞു. കാരണം സഞ്ജുവിനെ നമ്മൾ പറയാൻ കാരണം സഞ്ജു ഇംഗ്ലണ്ടിനെതിരെ അത്ര തിളങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് സഞ്ജു 3ലേക്ക് മാറുന്നു. അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ സ്ഥാനം തന്നെ ജിതേഷ് ശർമ്മ ഇപ്പം ഫിനിഷറോട് തിളങ്ങുന്നു. അപ്പം ജിതേഷ് വിക്കറ്റ് കീപ്പിങ്ങിലും അദ്ദേഹം തിളങ്ങുവാണ്. അപ്പോഴാണ് സഞ്ജുവിൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയം വരുന്നത്. കാരണം ഈ പറയുന്ന റിപ്പോർട്ടുകളൊക്കെ വരുമ്പം ഈ ബി ടീം ഒന്ന് ആരൊക്കെ പോകണം? എ ടീം വരുമ്പോൾ കുറച്ച് താരങ്ങൾ പോകണമല്ലോ. അതിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് ഇംഗ്ലണ്ട് പര്യടത്തിൽ താരതമ്യേന പിന്നെ പുറകിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആവറേജ് പ്രകടനം നടത്ത സഞ്ജുവിനെ നമ്മൾ പുറത്തെടുത്തേണ്ടി വരുന്നത്. എന്തായാലും ഇപ്പോൾ ഉള്ളത് ബി ടീം അല്ല, അത് തന്നെയാണ് മെയിൻ ടീം എന്ന് BCCI സമ്മതിച്ച പോലെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതിലിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് BCCI എന്നുള്ള സോഴ്സ് വ്യക്തമാക്കുന്നത് ഗില്ല് അല്ലെങ്കിൽ ജയ്സ്വാളിനൊന്നും ഇനി പ്രത്യേകിച്ച് ഇതില്ല T20. കാരണം സ്വാഭാവികമായിട്ടും T20 ഒരു ടോപ്പ് ഓർഡർ നോക്കുകയാണെങ്കിൽ അഭിഷേക് ഉണ്ട്, സഞ്ജു ഉണ്ട്, തിലക് ഉണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്. ഇവരെല്ലാം കഴിവ് തെളിയിച്ച ആളുകളാണ്. ഇവരൊക്കെ ഫോമിൽ എത്തുന്ന ആളുകളുമാണ്. അപ്പോൾ ഇനി അതിലൊരു പരീക്ഷണത്തിന് മുതിരേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഗില്ലിന്റെ അതെ അതെ അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ശ്രേയസ് അയ്യരെ ഇനി T20 ടീമിലേക്ക് പരിഗണിക്കില്ല എന്ന് BCCIയിലെ ഒരു സോഴ്സ് അറിയിച്ചതായിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഏഷ്യ കപ്പിനുള്ള ടീമിൽ ശ്രേയസ് അയ്യർ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്ന്. അതിനും ഈ അപ്പം ശ്രേയസ് അയ്യരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് ഇതിലേക്ക് തിരിച്ചു വന്ന് ഏകദിന ഫോർമാറ്റിലേക്ക് തിരിച്ചു വന്ന് നല്ല പെർഫോമൻസ് നടത്തി, IPL മികച്ച പെർഫോമൻസ് നടത്തി, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരു താരത്തെ പോലും ഇനി ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ജയ്സ്വാളിന്റെ അടുത്തും ശ്രേയസിന്റെ അടുത്തൊക്കെ ഇനി റെഡ് ബോളിലേക്ക് ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം വേറെ പല ആളുകളും റെഡ് ബോളിൽ നിന്ന് പുറത്താവുന്നുള്ളതല്ലേ ശ്രേയസ് അയ്യർ വരുമ്പോൾ? അല്ല, അത് ശ്രേയസ് അയ്യർ ഇപ്പം അത് നമുക്ക് സംശയമാണ് ഇപ്പൊ ആര് പുറത്തിരിക്കുന്നത്. അതിൽ കരുൺ നായർ അതിലേക്കാണ് പോകുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാവുന്നതിന് പറ്റുന്നത് അല്ല. ശ്രേയസിൻ്റെ കാര്യത്തിൽ വരുന്ന ശ്രേയസ് വന്ന കരുൺ നായർ പുറത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ സായ് സുരജൻ പുറത്തിരിക്കേണ്ടി വരും. ശ്രേയസ് തിരിച്ചു വരുന്ന കാര്യത്തിൽ സംശയമില്ല. അത് അന്ന് പോകുമ്പം പറഞ്ഞത് 15 പേര് സ്ക്വാഡിൽ പറയുന്നത് അതെല്ലാം ഒന്നിനൊന്ന് വെച്ചാണ്. ഇതിലാരെ പുറത്തിരുന്നു അന്ന് നമുക്ക് ചോദ്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് ശ്രേയസ് അയ്യർ ഉൾപ്പെടണമായിരുന്നു എന്നല്ലാതെ ആരെ പുറത്തിരുന്നതിൽ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ആ ഉൾപ്പെട്ട താരങ്ങളെല്ലാം മികച്ച താരങ്ങളായിരുന്നു. ശ്രേയസ് മികച്ചതാണ്. പക്ഷേ ശ്രേയസിന് അവസരം ലഭിച്ചില്ല, താരതമ്യം വിജയം വന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് T20 എടുക്കുന്നില്ല പറയുമ്പോൾ അതിലൊരു ഇത് വരുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലിപ്പോൾ ആരെ പുറത്തിരിക്കുമ്പോൾ അപ്പോഴാണ് പല താരങ്ങളും പലതിൻ്റെയും പിന്നെ പല താരങ്ങളുടെയും തലയുരുളുക. എന്തുകൊണ്ട് ശ്രേയസ് വരുന്നില്ല? ശ്രേയസിനെ ഏതൊരു ടീമിൽ ഇങ്ങനെ പുറത്തായിരുന്നു. അദ്ദേഹം ഏതൊരു ടീമിലേക്ക് എങ്ങനെയാണെന്ന് വന്നത് നമുക്കറിയാം. അത് നിരന്തരം പ്രകടനത്തിലൂടെ അദ്ദേഹം തിരിച്ചു വന്നതാണ്. അപ്പം IPLലേക്ക് വയ്ക്കുമ്പോൾ T20 വയ്ക്കുമ്പോൾ അത് ശരിയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനത്തിന് ശേഷം അദ്ദേഹം T20 ഫോർമാറ്റിലേക്ക് മാറി. അവിടെ അദ്ദേഹം 650 റൺസ് അടിച്ചിട്ടുണ്ട് IPL. ഇപ്പോൾ ടീമിനെ ഫൈനൽ എത്തിച്ചിട്ടുണ്ട്. വലിയ പ്രകടനമായിരുന്നു നടത്തിയത്. ആ താരത്തിനെ ഈ T20 ഉൾപ്പെടുത്തുന്നത് പിന്നെ എന്താണ്?
അത് ഈ ഇത് തന്നെയെന്ന് പറയുന്നത് ഈ ഏതാണോ ബി ടീം, ഏതാണോ എ ടീം, ഏതാണ് ടീം എന്ന് പോലും ഇപ്പൊ അതാണ് എന്തായാലും ഓഗസ്റ്റ് 19 ഒരു 4 ദിവസം കൂടി കാത്തിരുന്നാൽ മതി, കൃത്യമായിട്ട് ടീം വരും. ഗില്ലുണ്ടാവില്ല പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കും ഗില്ലിന് പിന്നെ മത്സരങ്ങൾ ആദ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അല്ല ഇനിയിപ്പോ BCCI സോഴ്സ് എന്ന് പറയുമ്പോൾ അതിപ്പോ അതുപോലെ തന്നെ നടക്കണം എന്നില്ല. കാരണം ഇനി സെലക്ഷൻ മീറ്റിംഗ് നടക്കാം, ആ ദിവസം എന്തെങ്കിലും ഒരു 19 ഇനി 4 ദിവസം ഉണ്ട്. അതെ, തീരുമാനം വരാം. അന്നത്തെ മീറ്റിംഗിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനം കളിക്കുന്നു തോന്നുന്നുണ്ടോ, എന്താണ് തോന്നുന്നത്? അല്ല, വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ടീമിൽ എവിടെ ശ്രേയസിനെ ഉൾക്കൊള്ളിക്കുന്നുള്ള ഇതുണ്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് തന്നെ ആയിരിക്കും BCCIയുടെയും കൺസേൺ. അപ്പൊ സ്വാഭാവികമായിട്ടും ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് അദ്ദേഹം ഇപ്പൊ ഷോർട്ട് ബോളിനൊക്കെ നേരിടാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്ന രീതിയിൽ പറയുന്നുണ്ട് ശ്രേയസ് അയ്യറിന്റെ കാര്യത്തിൽ. സ്വാഭാവികമായിട്ടും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു മിഡിൽ ഓർഡറിൽ എവിടെയൊക്കെ ഒരു സ്പേസ് ഉണ്ട്, ഒരു കുറവുണ്ട്, ഒരാളെ വേണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കാം BCCI ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് 19 ടീം പ്രഖ്യാപിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യയുടെ ഒരു മികച്ച ടീമിന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.